എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവനും ആ പെൺകുട്ടിയും കൂടെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ നിന്ന് പോകാൻ പോകുന്ന നേരത്ത് ഇവളെ കാല് സ്ലിപ്പായി വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അവളെ പിടിച്ച് മാറ്റിയും അവൻ ആ സ്വിമ്മിംഗ് പൂളിലോട്ട് വീഴുകയും ചെയ്യുകയാണ്. അവന് ചൈൽഡ്ഹുഡ് തൊട്ടേ ഈ സ്വിമ്മിംഗ് പൂള്, കടൽ എന്നൊക്കെ പറയുന്നത് വലിയൊരു ട്രോമയാണ്. അവൻ്റെ കുട്ടിക്കാലത്തുണ്ടായ സംഭവം കാരണമാണ്. ആ ട്രോമയിൽ നിന്നുണ്ടായ ഫോബിയ കാരണം അവന് പുറത്തേക്ക് വരാൻ പറ്റാതെ അവൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോവാണ്. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി സ്വിമ്മിംഗ് പൂളിലെടുത്ത് ചാടുകയും അവനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുറത്തെത്തിക്കുകയാണ്. പുറത്തെത്തിച്ചിട്ട് അവന് CPR ഒക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവന് പെട്ടെന്ന് ബോധം വരികയും ചെയ്യുകയാണ്. അപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമാവുന്നത്. അവളെ രക്ഷിക്കാൻ പോയതിനാലാണ് ഇവന് പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴേണ്ട ഒരവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഒരു കണ്ടീഷൻ ആലോചിച്ച് അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി അവൾക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഈ ഡ്രാമയിൽ ഈ സീന് വളരെ ഒരു ഇമോഷണലും അതുപോലെ നമ്മൾ ഒരു പേടിയോടുകൂടി അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയോടുകൂടിയും കണ്ടിരുന്ന ഒരു സീനായിരുന്നു ഞാൻ. ഈ ഒരു സീൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചതും. ഈ ഡ്രാമ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കണം. പിന്നെ എൻ്റെ വീഡിയോയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് മോളൊക്കെ വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 9 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നോക്കാതെ ഇടുന്നതാണ്. എല്ലാവരും ക്ഷമിക്കുക. താങ്ക്